സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. നമുക്കപ്പോൾ ക്രിസ്മസിനെ ബേസ് ചെയ്ത് കുറച്ച് ഫിലിംസ് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഐ വിഷിങ് യു എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് മൂവി ആദ്യ ക്രിസ്മസ് ആണ്. ഇത് 2011 റിലീസായത്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് സാറാ സ്മിത്തും ബാരി കുക്കും. ഇതിൻ്റെ തീം എന്ന് പറയുമ്പോൾ സാന്റ ക്രിസ്മസിൻ്റെ അന്ന് എല്ലാ കുട്ടികൾക്കും പ്രസൻസ് കൊടുക്കണമല്ലോ. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം പ്രസൻറ്റ് കൊടുക്കാൻ മറന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാന്റയുടെ മോനായിട്ടുള്ള ആദർ ആ ഒരു പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു അഡ്വഞ്ചറിന് പോവുകയാണ്. ആ ഒരു തീമാണ് ഇതിൻ്റെ. ഇത് എല്ലാ ഏജ് ഉള്ള ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണ്, അഡ്വഞ്ചറസ് മൂവിയാണ്. ഇതിൻ്റെ IMDb 7.1 ആണ് റേറ്റിംഗ് വരുന്നത്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൂവി വരുന്നത് 2004 റിലീസായ ദ പോളാർ എക്സ്പ്രസ് എന്ന് പറയുന്ന മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ റോബർട്ട് സെമിക്സ് ആണ്. ഇത് IMDb 6.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഇതിൻ്റെ തീം എന്ന് പറയുമ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി നോർത്ത് പോളിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ, അതാണ് പോളാർ എക്സ്പ്രസ്. അതിലേക്ക് പോകുന്ന അതിൽ കുറച്ച് കുട്ടികളും അതോടൊപ്പം നമ്മുടെ നായകനും, അത് നായകനായിട്ടുള്ള ഒരു കൊച്ച്, ഇവർ ആ പോകുന്ന വഴിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഒരു അഡ്വഞ്ചറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് ദ പോളാർ എക്സ്പ്രസ്. തീർച്ചയായിട്ടും കണ്ടോക്കെ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടോം ഹാങ്ക്സ് ഉണ്ടല്ലോ, ഹോളിവുഡ് നടൻ ടോം ഹാങ്ക്സ് ആണ്. ഇതിലെ 7 ക്യാരക്ടേഴ്സ്, ഇതിൽ 7 അനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനൊക്കെ ഡബ് ചെയ്തേക്കുന്നത് ടോം ഹാങ്ക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. പിന്നെ നമ്മളെ തേർഡ് മൂവി വരുന്നത് ക്രിസ്മസ് ക്രോണിക്കിൾസ് ആണ്. ഇത് 2018 റിലീസായത്. ഇതിൻ്റെ ഡയറക്ടർ ക്ലേ കേറ്റിസ്. അപ്പോൾ ഇത് IMDb 7 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. ഇത് 2 പിള്ളേർ, ഒരു ചേട്ടനും ഒരു അനിയത്തിയും ചേർന്ന് ക്രിസ്മസിന് പ്രസൻസ് തരാൻ വരുന്ന സാന്റയുടെ സ്ലേ, അതായത് ആ ഒരു വണ്ടി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പോണ വണ്ടിയിലേക്ക് അതിക്രമിച്ച് കയറി പുള്ളീനെ പേടിപ്പിച്ചു. അവസാനം അവരെല്ലാം കൂടെ ഇടിഞ്ഞൊളിഞ്ഞ് അടുത്തേക്ക് വീണു. അങ്ങനെ പിന്നെ എന്താ പറയുക, ക്രിസ്മസ് പ്രസൻസ് ഒന്നും കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഡെലിവറി ചെയ്യോ ക്രിസ്മസ് സേവ് ചെയ്യോ എന്ന് പറയുന്ന ഒരു അടിപൊളി കഥയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ തന്തവൈബ് എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ വൈബ് എന്താണെന്നും പറയില്ലേ, അതുപോലെ ഒരു വൈബ് സാന്റയാണ് ഈ ഒരു മൂവിയിൽ അവർ അവതരിപ്പിച്ചേക്കുന്ന. അടിപൊളിയാണ് മൂവി, കണ്ടിരിക്കുക. നമുക്ക് ഒരു ഇത്തിരി നേരം പോലും ലാഗ് അടിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നല്ല മൂവിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഫോർത്ത് മൂവിയാണ് ക്ലോസ്. ഇത് 2019 റിലീസായത്. IMDb 8.2 ആണ് റേറ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ പറയാം. കാർലോസ് മാർട്ടീനസ് ലോപ്പസ് ആൻഡ് സെർജിയോ പാബ്ലോസ്. കൂട്ടുക്കത്തെ വലിയ പേരാണ്. ഇതൊക്കെ എങ്ങനെ ആധാക്കാറിൽ എന്തെങ്കിലോട്ടെ. അപ്പോൾ ഇത്ര വലിയൊരു വലിപ്പിക്കണ പേരാണ് അവർ. പക്ഷേ പടം അടിപൊളിയാണ്, നല്ല പടമാണ്. ചില സമയത്ത് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും കണ്ടിരിക്കുക, നല്ലൊരു പടമാണ്. എന്തൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. ഒരു ആനിമേറ്റഡ് മൂവി ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആനിമേഷനാണ്. നമ്മൾ സ്ഥിരം കണ്ട ഒരു ആനിമേഷൻ അല്ല, ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആനിമേഷൻ മൂവിയാണ്. ഇതിൻ്റെ ഒരു തീം ഒരു സ്മീസ്ബർഗിലേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നു. ആ പോസ്റ്റ്മാൻ്റെ പേര് ജസ്പർ എന്ന് പറയുന്ന ഒരു പുള്ളി പോസ്റ്റ്മാനായിട്ട് സ്മീസ്ബർഗിലേക്ക് വന്നു. അവിടെ വെച്ച് ഒരു ക്ലോസ് എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളി ഒരു കാർപ്പൻ്ററാണ്, ടോയ് മേക്കറാണ്. അപ്പോൾ പുള്ളീനെ യൂസ് ചെയ്ത് അവിടുത്തെ ആ ഗ്രാമം അത്ര നല്ല ബന്ധത്തിൽ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഗ്രാമമല്ല. ഒരുമാതിരി അടിപിടി വെട്ട് കുത്തുന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ ചെന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി ഈ ഒരു പുള്ളി ക്ലോസും ജസ്പറും തമ്മിൽ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല രീതിയിലുള്ള ആൾക്കാരായിട്ട് മാറ്റുന്ന ഒരു കഥയാണ് നമ്മുടെ ക്ലോസ് എന്ന് പറയുന്ന മൂവി. പിന്നെ നമ്മുടെ നെക്സ്റ്റ് മൂവി ക്രാമ്പസ് ആണ്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. 2015 ഇത് റിലീസായത്. IMDb 6.2 ആണ്. എപ്പോഴും ഒരു ഹാപ്പി വൈബ് പിടിച്ചാൽ പോരല്ലോ, അല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ലൈൻ ഓഫ് മൂവീസ് കാണുന്നുണ്ട്. ഇത് നമ്മൾ ക്രിസ്മസിന് അന്ന് സാന്റാ ക്ലോസ് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഈ ക്രാമ്പസ് എന്ന് പറയുന്നത്. ഇതൊരു ഡീമനാണ്, ലൈക്ക് വികൃതമായിട്ട് രൂപമൊക്കെ ഉള്ള മാതിരി, കൊമ്പൊക്കെ വെച്ച് ഏതാണ്ട് മറ്റേ മാനിൻ്റെ കൊമ്പ് പോലെയൊക്കെ മുഴുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു സാധനം. അങ്ങനത്തെ ഒരു മൂവിയാണ് ഇത്. കുറേ മൂവീസ് ഉണ്ട്. ഇത് 2015 ഇറങ്ങിയ മൂവിയാണ് നിങ്ങൾ കണ്ടത്. ഇതിന് ഡയറക്ടർ മൈക്കിൾ ഡൊഹോത്തി, അങ്ങനെ എന്തോ പേര്. അത് നോക്കേണ്ട കാര്യമല്ല, മൂവി ഉണ്ടാവും. സംഭവം കൊള്ളാം, കിടിലൻ മൂവി. അങ്ങനെ ഒരു പറയാ ജംപ് സ്കെയർസോ അങ്ങനെ ഒരുപാട് ജംപ് സ്കെയർസും അത്രയ്ക്ക് പേടിയാവുമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ജംപ് സ്കെയർസും കുറച്ചൊക്കെ ഉള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ കഥയിലാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അതായത് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി കുറേ പ്രേതം ലൈക്ക് ഗോസ്റ്റ് മൂവീസ് ഇറക്കും. പക്ഷേ ഇതങ്ങനെയല്ല. അവർ മാക്സിമം ആ ഒരു
മിത്തോളജിക്കൽ ക്യാരക്ടറിനെ ഒരു ക്രാമ്പസ് എന്ന് പറയുന്ന ഒരു ഡീമനെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ വിസ്തരിച്ച് പറയുന്ന ഒരു മൂവിയാണ് ക്രാമ്പസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു നോക്കാം. അടുത്ത മൂവി നാഷണൽ ലംപൂൺസ് ക്രിസ്മസ് വെക്കേഷൻ എന്ന് പറയുന്ന മൂവിയാണ്. ഇത് 1989 റിലീസായത്. കുറച്ച് പഴയ മൂവിയാണ്, പക്ഷെ അത്രയ്ക്ക് അങ്ങ് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവമൊന്നുമില്ല. IMDb 7.5 ആണ് റേറ്റിംഗ് വരുന്നത്. എൻ്റെ ഡയറക്ടറിൻ്റെ പേര് ജെറമിയ എസ് ചെക്കിക് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അടിപൊളി മൂവിയാണ്, നൈസ് കോമഡി മൂവിയാണിത്. കൊള്ളാം, കണ്ടിരിക്കാം, വീണ്ടും വീണ്ടും കാണാം. അങ്ങനത്തെ ടൈപ്പ് മൂവിയാണ്. എനിക്ക് കോമഡി നന്നായിട്ട് ഇതിൽ വർക്കായി, നിങ്ങൾക്ക് വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്ന് പറയുമ്പോൾ ഗസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരാളും പുള്ളിയുടെ ഫാമിലി. അപ്പോൾ അതിലേക്ക് പുള്ളിയുടെ എന്താ പറയുക കൂട്ടുകാരും കൂട്ടുകാരൻ്റെ ഫാമിലിയും അച്ഛൻ്റെ മറ്റേ പുള്ളിയുടെ ഫാമിലി, പുള്ളിയുടെ വൈഫിൻ്റെ ഫാമിലി എല്ലാവരും വന്ന് ആ ക്രിസ്മസ് ദിവസം രാത്രി കൊളാക്കി കൈ തരും, പൊട്ടിച്ച് മടക്കി കൈ തരും, കൈ കൊടുക്കും പുള്ളിയുടെ. അതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിയുടെ ജോലിയുടെ കുറച്ച് കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിലായിട്ട് ആ ഒരു രാത്രി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന കാണിക്കുന്ന ഒരു അടിപൊളി കോമഡി മൂവിയാണ് നാഷണൽ ലംപൂൺസ് ക്രിസ്മസ് വെക്കേഷൻ. പിന്നെ നമ്മുടെ അടുത്ത മൂവി ഒരു ക്രിസ്മസ് സ്റ്റോറിയാണ്. ഈ മൂവിയുടെ പേര് ക്രിസ്മസ് സ്റ്റോറി എന്നാണ്. അത് 1983 റിലീസായത്. കുറച്ച് പഴയ മൂവിയാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല പഴയ മൂവിയാണ്. ഇത് IMDb 7.9 റേറ്റിംഗ് വരുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ബോബ് പ്ലക്ക്. ഇതിൻ്റെ ഒരു തീം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക്, ഒരു 9 വയസ്സുള്ള എന്താ പേര് റാൽഫി പാക്കറാണ്. അങ്ങനെ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ഗണ്ണ് വേണം. ഗണ്ണെന്ന് വെച്ചാൽ ഒറിജിനൽ ഗണ്ണല്ല, ഒരു ടോയ് ഗൺ പോലത്തെ എന്തൊരു സംഭവം. അത് ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് വേണം. അപ്പോൾ അത് ടീച്ചേഴ്സിനെയും ഫാമിലീനെയും സാൻറ്റേനെയും ഒക്കെ കൺവിൻസ് ചെയ്യണം ആ ഒരു ഗൺ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവൻ ആ ഗണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവൻ അത് വെച്ച് കാണിക്കാൻ പറ്റും, അവൻ്റെ ആ ഒരു ഹീറോയിസും അവൻ ആ ഫാമിലീനെ രക്ഷിക്കുന്നതും ഒക്കെ ആ ഗണ്ണ് വെച്ച്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ അവൻ ഇമാജിൻ ചെയ്യുകയാണ്, ആ ഒരു തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നത്. അങ്ങനെ നമുക്ക് പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു 1 ടൈം വാച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ് എ ക്രിസ്മസ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മൂവി ദ ക്രിസ്മസ് ക്രോണിക്കിൾസ് 2 ആണ്. അതെ, 1 നമ്മൾ പറഞ്ഞു, ഇത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഒരു മൂവി ഉണ്ട്, ക്രിസ്മസ് ക്രോണിക്കിൾസ് 2. ഇത് റിലീസായത് 2020 IMDb 6 ആണ് ഇതിൻ്റെ റേറ്റിങ്ങും. ഇതിൻ്റെ ഡയറക്ടർ ക്രിസ് കൊളംബസ്. ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് മൂവിയുടെ വൈബേ അല്ല, ഇത് വേറൊരു തീമാണ് ഇതിൻ്റെ. അതായത് ആ ആദ്യത്തെ പടത്തിലുള്ള ഒരു എന്താ പറയുക ചേട്ടനും അനിയത്തി ഉണ്ടല്ലോ, അവർ സാൻറ്റയുടെ ലോകത്തേക്ക് പോവുക, സാൻറ്റയുടെ ആ ഒരു നോർത്ത് പോൾ ഏരിയയിലേക്ക് പോവുക. അതിൻ്റെ ഇടയിലൊരു വൃത്തിയായിട്ടൊരു ചെറുക്കനുണ്ട്. ആ ചെറുക്കനെ കൊണ്ട് തോറ്റു. ആ ചെറുക്കൻ ഏതാണ്ടൊക്കെ കാണിച്ച് ക്രിസ്മസ് കോളാക്കാൻ പോണ ഒരു മൂഡിലുള്ളൊരു പടമാണ്. പക്ഷേ ഒബ്വിയസ്ലി ആ ഒരു രക്ഷിക്കും സാൻറ്റയും ആ പിള്ളേരും ഒക്കെ ചേർന്ന് ആ ഒരു ക്രിസ്മസിനെ രക്ഷിക്കുമോ എന്നുള്ളൊരു മൂവിയാണ് ഇത്. ഒരു വെടിച്ചിത് ചേർക്കാൻ ഒരുമാതിരി ചേർക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോമഡിയും അത്യാവശ്യമുണ്ട്, പക്ഷേ കോമഡി ആ ഭാഗമൊക്കെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കോമഡി ഭാഗമൊക്കെ മെയിനായിട്ടൊരു അഡ്വഞ്ചറസ് ത്രില്ലർ മൂവിയാണ് ക്രിസ്മസ് ക്രോണിക്കിൾസ് 2. പിന്നെ നമ്മൾ അടുത്ത മൂവി എ ക്രിസ്മസ് കാരോൾ എന്ന് പറയുന്ന മൂവിയാണ്. ഇത് 2009 റിലീസായത്. ഇത് ക്രിസ്മസ് കാരോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ മൂവീസാണ് ഇതിൻ്റെ. കാരണം ഇതിൻ്റെ ആനിമേറ്റഡ് ഉണ്ട്, ലൈവ് ആക്ഷൻ ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇത് 2019 ഒരു ആനിമേറ്റഡ് ഫിലിമാണ് നമ്മുടെ ഈ ക്രിസ്മസ് കാരോൾ. ഇതിൻ്റെ IMDb 6.8 ആണ്. ഇതിൻ്റെ ഡയറക്ടർ റോബർട്ട് സെമിക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജൻഡറി ആക്ടറായിട്ടുള്ള ജിം ക്യാരി ആണ് ഇതിലെ മെയിൻ ക്യാരക്ടറിന് വോയിസ് ചെയ്തേക്കുന്നത്. അതായത് മെയിൻ ക്യാരക്ടറിൻ്റെ പേര് ഇബനീസർ സ്ക്രൂച്ച് എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അതിന് ഡബ് ചെയ്തേക്കുന്നത് വോയിസ് കൊടുത്തേക്കുന്നത് ജിം ക്യാരിയാണ്. കണ്ടുപോക്ക് അടിപൊളി മൂവിയാണ്. ആദ്യം കുറച്ച് ലാഗാണ്, ആദ്യം ഉള്ള കാര്യം പറയുമ്പോൾ ആദ്യം കുറച്ച് ലാഗാണ്, പിന്നെയാണ് നമുക്ക് ആ സ്റ്റോറി മനസ്സിലായി തുടങ്ങുന്നത്. അതായത് ക്രിസ്മസ് ദിവസം രാത്രി ഈ ഒരു വയസ്സായിട്ടുള്ള എബനീസർ സ്ക്രൂജ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് 3 സ്പിരിറ്റ്സ് കടന്നു വരികയാണ്. ഒരുമിച്ചല്ല, ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ കാണിക്കാൻ കൽപ്പുള്ള 3 സ്പിരിറ്റ്സ് വരികയാണ്. പിന്നെ പുള്ളിയുടെ സ്വഭാവമൊക്കെ മാറും, പതിയെ സ്വഭാവമൊക്കെ മാറി നല്ലൊരു മനുഷ്യനാവും. അങ്ങനെ ആ ഒരു ലൈനിൽ പോകുന്ന ഒരു മൂവിയാണ്. ആദ്യത്തെ ഭാഗം കുറച്ച് ലാഗാണ്, പിന്നെയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ. അതുകൊണ്ട് ആദ്യം തന്നെ നിർത്തിയിട്ട് പോകരുത്, മുഴുവൻ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു ബുക്ക് അഡാപ്റ്റേഷനാണ്. ഇതിന് ഓതർ എഴുതിയൊരു ബുക്കാണ്. ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ആനിമേറ്റഡ് മൂവിയാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക.
അടുത്തത് ഹോം അലോൺ ആണ്. ഇത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ എല്ലാ പാർട്സും കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും കണ്ടോക്കുക. ഇത് 1990 മൂവി റിലീസായത്. ഇതിൻ്റെ ഡയറക്ടർ ക്രിസ് കൊളംബസ് തന്നെയാണ്. ഇതിൻ്റെ IMDb 7.7 ആണ് റേറ്റിംഗ് വരുന്നത്. ഇത് ടീം അറിയായിരിക്കുമല്ലോ, അതായത് ഒരു കൊച്ച് തൻ്റെ ഫാമിലിയായിട്ട് എന്താ പറയുക, ഫാമിലി ആ കൊച്ചിനെ വീട്ടിൽ ഉപേക്ഷിക്കുകയല്ല, മറന്നു പോവുകയാണ്. അപ്പം മറന്നു പോകുന്ന ആ ടൈമിൽ തന്നെ ആ കൊച്ച് എൻജോയ് ചെയ്യാനും വൈബ് അടിക്കാനും ഒറ്റയ്ക്കാണോ, നല്ല ചിൽ മൂഡാണ്. പക്ഷെ ആ ടൈമിൽ എന്താ പൊട്ടന്മാരായിട്ടുള്ള 2 കള്ളന്മാർ കയറി വരികയാണ്. ഈ ചെറുക്കൻ ആ കള്ളന്മാർക്ക് നല്ല പണി കൊടുക്കുന്നു, തിരിച്ചും പണി കൊടുക്കുന്നു. എന്തൊക്കെയോ നാശക്കോടാലിയോ തല്ലി പൊളി, അടിച്ച് പൊളി, വെടി, പുക ഒക്കെ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, വീണ്ടും കാണാൻ പറ്റുന്ന ഈ ഒരു മൂവിയാണ് ഹോം അലോൺ. ഇതിന് പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപോകാം. അടുത്ത മൂവി ദാറ്റ് ക്രിസ്മസ് എന്ന് പറയുന്ന മൂവിയാണ്. അത് 2024, അതായത് ഈ വർഷമാണ് റിലീസായത്. ഇതിൻ്റെ IMDb റേറ്റിംഗ് 6.8 ആണ് IMDb റേറ്റിംഗ്. ഡയറക്ടർ സൈമൺ ഓട്ടോ ആണ്. ഒരു ആനിമേറ്റഡ് മൂവിയാണ്, ഈ 3D ആനിമേഷൻ മൂവിയാണ്. ഇതിൻ്റെ ഒരു ബേസ് ലൈൻ അല്ലെങ്കിൽ ഒരു തീം എന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്മസിൻ്റെ അന്ന് ഭയങ്കരമായിട്ട് സ്നോഫോൾ കൂടുന്നു, സ്നോ സ്റ്റോം എന്നൊക്കെ പറയില്ലേ. അത് കൂടുമ്പോൾ കുറേ പിള്ളേരുടെ ഡ്രീമൊക്കെ പോവുകയാണ്. ക്രിസ്മസിന് പല പ്ലാനുകളും ഇടും, പക്ഷെ അതൊക്കെ വേസ്റ്റായി പോവുകയാണ്. പാരൻസ് അവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യും, അത് മാക്സിമം എൻജോയബിൾ ആക്കാൻ എന്തൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇതിലൊരു കുട്ടി മാത്രം വിഷമിച്ചിരിക്കുന്നു. ആ കുട്ടി എങ്ങനെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കും, എങ്ങനെ ഈ ഒരു ക്രിസ്മസ് മാക്സിമം എൻജോയ് ചെയ്യും, അതൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം, എങ്ങനെയൊക്കെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു നൈസ് അടിപൊളി നല്ലൊരു മൂവിയാണ് ദാറ്റ് ക്രിസ്മസ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കുക. നെക്സ്റ്റ് മൂവി വയലന്റ് നൈറ്റ് എന്ന് പറയുന്ന മൂവിയാണ്. ഇത് 2022 ഇറങ്ങിയ മൂവിയാണ്. ഡയറക്ടർ ടോമി വെക്കോള. IMDb 6.7 ആണ് റേറ്റിംഗ്. ഇത് മൂവിയുടെ പേര് പോലെ തന്നെ വയലൻസ് ആണ് സംഭവം. ഇത് 18+ മൂവിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 18+ മൂവിയാണ്. അപ്പോൾ 18 വയസ്സും ഉള്ളവർ കാണാൻ ശ്രമിക്കുക. കാരണം വയലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ വയലൻസ് ആണെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊരു മിഡ് പോർഷൻ വെച്ച് പിന്നെ അങ്ങോട്ട് വയലൻസ് ആണ്. പിന്നെ അതിൻ്റെ എൻഡൊക്കെ ആകുമ്പോൾ, പടത്തിൻ്റെ എൻഡൊക്കെ ആകുമ്പോൾ വയലൻസ് അങ്ങ് കൂടും. ബ്ലഡ്ഷെഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി മൂവിയാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ആക്ഷൻ, നല്ല ആക്ഷനും അതുപോലെ തന്നെ സ്റ്റണ്ടൊക്കെ അടിപൊളി സ്റ്റണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും 18 വയസ്സിന് മുകളിലുള്ളവർ കാണാൻ ശ്രമിക്കുക വയലന്റ് നൈറ്റ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവി റെഡ് വൺ എന്ന് പറയുന്ന മൂവിയാണ്. ഇതും ഈ വർഷം റിലീസായ മൂവിയാണ്. ഇതിൻ്റെ ഡയറക്ടർ ജെയ്ക്ക് കാസൻ. IMDb 6.5 ആണ് റേറ്റിംഗ്. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ റേറ്റിംഗ് കൂട്ടാം എന്നെനിക്ക് തോന്നുന്നു. കാരണം അടിപൊളി മൂവിയാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മുടെ നായകൻ ഡ്വെയ്ൻ ജോൺസണും അതുപോലെ തന്നെ ക്രിസ് എവൻസും ആണ്. രണ്ടുപേരും ഒരുമിച്ച് തകർത്ത് അഭിനയിച്ചേക്കാണ് ഈ മൂവിയിൽ. ഇതെന്ന് വെച്ചാൽ ഒരു വലിയ ഓർഗനൈസേഷനാണ്. അതായത് ഈ സാന്റാക്ലോസ് മാത്രമല്ല, അപ്പോൾ വലിയൊരു ഓർഗനൈസേഷൻ തന്നെയുണ്ട് നോർത്ത് പോളിൽ. അപ്പോൾ ക്രിസ്മസിന് വന്ന് പ്രസൻസ് ഡെലിവറി ചെയ്യണം. അപ്പോൾ സാന്റ അത്രയും സെക്യൂർഡ് ആയിട്ടൊരു ഹൈ ഫെസിലിറ്റിയിലാണ് നിൽക്കുന്നത്. പക്ഷെ സാന്റാനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഒരു പെണ്ണും. ആ പെണ്ണിൻ്റെ ഗ്യാങ്ങും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സാന്റേനെ തിരിച്ച് റിട്രീവ് ചെയ്ത് രക്ഷിച്ചു കൊണ്ടുവന്ന് പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ക്രിസ്മസ് ഒരു ഹാക്കറായിട്ടാണ്. നല്ല കോമഡിയാണ് സംഭവം, അടിപൊളി ഒരു കോമഡി മൂവിയാണ്. കോമഡിയും ആക്ഷൻ എല്ലാം ഉണ്ട്, നല്ല മൂവിയാണ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞത് ക്രാമ്പസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലും ഉണ്ട്. സ്പോയിൽ ചെയ്തല്ല, സോറി. നേരത്തെ പറയാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവി എന്തായാലും കണ്ടിരിക്കുക. ഇത് ഈ വർഷം റിലീസ് ചെയ്തതാണ്, പോയി കാണുന്നേ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ ബൈ. എല്ലാവർക്കും വീണ്ടും ഹാപ്പി ക്രിസ്മസ്. ബൈ.